ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാം പഴശ്ശി കലാപത്തെക്കുറിച്ചാണ്. ഒന്നാം പഴശ്ശി കലാപത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോയിലൂടെ ഇനി പറയാൻ പോകുന്നത്. രണ്ടാം പഴശ്ശി കലാപം. രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1800 മുതൽ 1805 വരെയാണ്. അതിലേക്ക് നയിച്ച കാരണം വയനാട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. നമ്മളിപ്പോൾ ഒന്നാം പഴശ്ശി കലാപത്തെക്കുറിച്ച് മുമ്പ് പറഞ്ഞു. എന്താണ് അതിന് കാരണം? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പഴശ്ശിരാജയെ വീണ്ടും പ്രേരിപ്പിച്ചത് കോട്ടയം രാജവംശത്തിന് കീഴിലുണ്ടായിരുന്ന വയനാട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ വേദി എന്ന് പറയുന്നത് വയനാടൻ കാടുകളാണ്. നമ്മളെപ്പോഴും ചരിത്രം പഠിക്കുമ്പോൾ ഇമാജിൻ ചെയ്ത് പഠിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും അത് മറന്നു പോവില്ല. അപ്പോൾ നമ്മളൊരു സിനിമയൊക്കെ കാണുകയാണെങ്കിൽ അതിലെ കഥാപാത്രങ്ങളും സിറ്റുവേഷൻസൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ്. കണ്ടു കഴിഞ്ഞ് നമുക്കതിൻ്റെ കഥ എത്ര കഴിഞ്ഞ് ചോദിച്ചാലും നമുക്കത് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അതിലെ ആളുകൾ, അതിലെ സിറ്റുവേഷൻസ്, അതിലെ സ്ഥലങ്ങൾ ഇതെല്ലാം മനസ്സിൽ ഇമാജിൻ ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ നമുക്കതിങ്ങനെ ഒരു കഥ പോലെ മനസ്സിൽ കിടക്കും. നമ്മളതങ്ങനെ പെട്ടെന്നൊന്നും മറന്നു പോവില്ല. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രയോഗിച്ചത് ഗൊറില്ല യുദ്ധമുറയാണ്. അതായത് ഒളിപ്പോരാണ്. ഇത് പോർച്ചുഗീസുകാരിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അവരുടെയാണ് ഗൊറില്ല യുദ്ധമുറ. ഈ യുദ്ധമുറയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ പ്രയോഗിച്ചിരുന്നത്. രണ്ടാം പഴശ്ശി കലാപത്തിൽ ഒരുപാട് പേര് പഴശ്ശിരാജയെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. നായർ വിഭാഗത്തിലുള്ളവർ, കുറിച്യരുടെ വിഭാഗത്തിലുള്ളവർ, അതുപോലെ മാപ്പിളമാർ, എല്ലാ വിഭാഗത്തിൽ നിന്നും ഒരുപാട് പേര് പഴശ്ശിരാജയെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് കാരണം ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിന് എതിരായിരുന്നു ഈ നാട്ടുകാരെല്ലാം. അതുകൊണ്ട് തന്നെ പഴശ്ശിരാജയ്ക്ക് സപ്പോർട്ടായിട്ട് ഇവരെല്ലാവരും വന്നു. രണ്ടാം പഴശ്ശി കലാപത്തിലെ ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് പനമരക്കോട്ട ആക്രമണമാണ്. ഈ പനമരക്കോട്ട എന്ന് പറയുന്നത് വയനാട്ടിലെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ആയുധപ്പുരയാണ്. ഈ പനമരക്കോട്ട പഴശ്ശിരാജ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ഈ ആക്രമണം നടക്കുന്നത് 1802 ഒക്ടോബർ 11. ഈ ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പനമരക്കോട്ട ആക്രമണം 1802 ഒക്ടോബർ 11. ഈ പനമരക്കോട്ട ആക്രമണത്തിന് നേതൃത്വം നൽകിയിരുന്നത് ഇടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പഴശ്ശിയുടെ സൈന്യത്തെക്കുറിച്ച്. പഴശ്ശിയുടെ സൈന്യത്തിലെ നായർ പടത്തലവനാണ് ഇടച്ചേന കുങ്കൻ. അതുപോലെ കുറിച്യരിലെ നേതാവായിരുന്നു തലക്കൽ ചന്തു. ഒന്നാം പഴശ്ശി കലാപത്തിൽ വിജയം നമ്മുടെ പഴശ്ശിരാജയ്ക്കൊപ്പമായിരുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ രണ്ടാം പഴശ്ശി കലാപത്തിൽ ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിലുള്ള വളരെ മികച്ച സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്കെതിരെ നിയമിച്ചിരുന്നത്. ആർതർ വെല്ലസ്ലിയെക്കുറിച്ചറിയാം. അദ്ദേഹം വളരെ പ്രഗത്ഭനായ സൈനികനാണ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യണമെങ്കിൽ വയനാടൻ ഭൂപ്രദേശങ്ങളെക്കുറിച്ച് വളരെ അറിവുള്ള ആളുകൾ തങ്ങളുടെ കൂട്ടത്തിൽ ആവശ്യമാണെന്ന്. അങ്ങനെ അദ്ദേഹം നിയമിച്ചിട്ടുള്ള സൈന്യമാണ് കോൽക്കാർ എന്ന് പറയുന്നത്. എന്താണ് കോൽക്കാർ എന്ന് പറയുന്നത്? വയനാടൻ ഭൂപ്രദേശത്തെക്കുറിച്ച് അറിയാവുന്ന തദ്ദേശീയ പടയാളികളുടെ സംഘടനയാണ് കോൽക്കാർ എന്ന് പറയുന്നത്. ഈ സമയത്ത് തലശ്ശേരി സബ് കളക്ടറായി ചുമതലയേറ്റ ആളായിരുന്നു TH ബാബർ, അതായത് തോമസ് ഹാർവേ ബാബർ. ഇദ്ദേഹം സബ് കളക്ടറായി ചുമതലയേറ്റത് 1804. ഇദ്ദേഹമാണ് പഴശ്ശിരാജയെ വെടിവെച്ച് കൊല്ലാനൊക്കെ ഉത്തരവ് നൽകിയിരുന്നത്. ഇദ്ദേഹം ഒറ്റുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന തന്ത്രമാണ് അദ്ദേഹം നടപ്പിലാക്കിയിരുന്നത്. അതായത് പഴശ്ശിരാജയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അനുയായികളെക്കുറിച്ചൊക്കെ വിവരം നൽകിയാൽ അവർക്ക് വലിയ വലിയ പാരിതോഷികങ്ങളാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. അങ്ങനെ പഴശ്ശിരാജയുടെ അനുയായികൾ ഓരോന്നായിട്ട് കൊല്ലപ്പെടുകയാണ്. അങ്ങനെ ആദ്യം കൊല്ലപ്പെട്ട ആളാണ് തലക്കൽ ചന്തു. തലക്കൽ ചന്തു നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പഴശ്ശിരാജയുടെ സൈന്യത്തിലെ കുറിച്യരിലെ നേതാവാണ് തലക്കൽ ചന്തു. അദ്ദേഹം പനമരം എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരത്താണ്. ഇമ്പോർട്ടൻ്റ് ആണ്. തലക്കൽ ചന്തു സ്മാരകം പനമരം. അതുപോലെ പഴശ്ശിരാജ മാനന്തവാടിക്കടുത്തുള്ള മാവേത്തോടി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്.
1805 നവംബർ 30-നാണ് പഴശ്ശിരാജ വീരമൃത്യു പ്രാപിക്കുന്നത്. എവിടെ വെച്ചാണ്? മാനന്തവാടിക്കടുത്തുള്ള മാവിലത്തോട്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നതും മാനന്തവാടിയിലാണ്. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം, പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. ഇനി പഴശ്ശിരാജയെക്കുറിച്ച് പഴശ്ശി മ്യൂസിയം, ഡാം, കോളേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? രണ്ടാം പഴശ്ശി കലാപം നടക്കുന്നത് 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടം. അതിലേക്ക് നയിച്ച കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. രണ്ടാം പഴശ്ശി കലാപത്തിന് വേദിയായത് എവിടെയാണ്? വയനാടൻ കാടുകൾ. പനമരം കോട്ട ആക്രമണം നടന്നത് 1802 ഒക്ടോബർ 11-ന്. പഴശ്ശിക്കെതിരെ നിയോഗിച്ച സൈന്യം കോൽക്കാർ, ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിലുള്ള കോൽക്കാർ എന്ന സൈന്യമാണ് പഴശ്ശിക്കെതിരെ നിയമിച്ചത്. ആ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ TH ബാർബർ അദ്ദേഹം ചുമതലയേറ്റത് 1804. തലക്കൽ ചന്തു സ്മാരകം പനമരം. 1805 നവംബർ 30-നാണ് പഴശ്ശിരാജ വീരമൃത്യു പ്രാപിക്കുന്നത്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി.